ഹല്ലേലൂയ 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 ശുഹാന. ക്രിസ്മസിൻ്റെ വായനകൾ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം അതേക്കുറിച്ച് അതിൻ്റെ ആ വായനകളൊന്ന് പറയുമോ അച്ഛാ? ഞാനത് കുറിച്ചിട്ടില്ല. അത് സുവിശേഷം അതാണ് 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ആദ്യത്തെ വായന അപ്പോൾ അവിടെ 1-ാം അധ്യായത്തിൽ പറയുന്നത് നമുക്കറിയാമല്ലോ, സൃഷ്ടിയുടെ വിവരണമാണ്. ഇവിടെ നടക്കാൻ പോകുന്നത് അത് ആദ്യത്തെ സൃഷ്ടി, ആദ്യ സൃഷ്ടി. അവിടെ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന്, നത്തിങ്നെസ്സിൽ നിന്ന് ദൈവം സൃഷ്ടിക്കുന്നു. അതാണ് ആദ്യത്തെ സൃഷ്ടിയിൽ നമ്മൾ കാണുന്നത്. വചനത്താലാണ് സൃഷ്ടിക്കുന്നത്. ഉണ്ടാകട്ടെ എന്നുള്ള വചനമാണ്. ഇവിടെ അതുപോലെ തന്നെ ഈ സുവിശേഷത്തിൽ വിവരിക്കാൻ പോകുന്നതും പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി അത് മറിയത്തിൻ്റെ ഉദരത്തിൽ നിന്ന്, അല്ലെങ്കിൽ മറിയത്തിൽ നിന്ന് ജനിക്കാൻ പോകുന്നതാണ്. അതും വചനത്തിൻ്റെ തന്നെ വചനമാംസം ധരിക്കുന്നതാണല്ലോ. ഇപ്പോൾ രണ്ടിടത്തും ക്രിയേഷനാണ്. പുതിയ ക്രിയേഷൻ മറിയത്തിൽ നടക്കുന്നു. അത് രണ്ടും വചനവുമായിട്ട് ബന്ധപ്പെട്ടുമാണ്. അതാണ് 1-ാമത്തെ വായനയെക്കുറിച്ച് പറയാൻ. 2-ാമത്തെ വായന സാമുവേലിൻ്റെ പുസ്തകം. നമ്മൾ അതിനകത്ത് നമ്മൾ പറഞ്ഞ ആ ടെക്സ്റ്റ് തന്നെയാണ് അതിനകത്തെ അടിസ്ഥാന കാരണം. അത് വളരെ നന്നായി നമ്മളത് പറഞ്ഞു പോയതുകൊണ്ടും. അതായത് 7-ാം അധ്യായം 12 മുതൽ 14 വരെയാണ് ദാവീദിന് കൊടുത്ത വാഗ്ദാനം കിടക്കുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് വരുന്ന ആ പാരഗ്രാഫ് കൊടുത്തിരിക്കുകയാണ് അവിടെ ചെയ്തിരുന്നത്. ദാവീദിന് ഒരു പുത്രനെ വാഗ്ദാനം ചെയ്യുന്ന രംഗമുണ്ടല്ലോ. നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ നിറവേറുന്ന കാര്യം. അതിപ്പോൾ ഇനി വായിക്കണ്ട. 3-ാമത്തെ വായന അവിടെ പറയുന്നത് ഈ ചരിത്രം മുഴുവനും സംഗ്രഹിക്കുകയാണ്. ആദ്യത്തെ 4 വാചകങ്ങൾ ചരിത്രം മുഴുവൻ സംഗ്രഹിക്കുകയാണ്. പഴയ നിയമ ചരിത്രം മുഴുവനും. പഴയ നിയമ ചരിത്രം മുഴുവനും അല്ല, വെളിപാടിൻ്റെ ചരിത്രം മുഴുവനും ആദ്യത്തെ വാചകങ്ങളിലുണ്ട്. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ പൂർവികരോട് സംസാരിച്ച ദൈവം. അപ്പോൾ ആ പഴയ നിയമം മുഴുവനും അവിടെയായി. മോശ തുടങ്ങിയുള്ള പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു. ഈ അവസാന നാളുകളിൽ തന്നെ പുത്രനിലൂടെ സംസാരിച്ചിരിക്കുന്നു. രണ്ടിടത്തും സംസാരമാണ്, ദൈവത്തിൻ്റെ സംസാരമാണ്, വചനമാണ്. ദൈവത്തിൻ്റെ സംസാരമാണ് യഥാർത്ഥത്തിൽ വിശ്രന്തം മുഴുവനും. അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാർ പറയുന്നത് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഓറക്കിൾ ഓഫ് ഗോഡ്, വോയിസ് ഓഫ് ഗോഡ്. ദൈവം സംസാരിക്കുന്നു, ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ അത് വചനമാണ്, ദൈവത്തിൻ്റെ സംസാരമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ആ പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ടു, ഇവിടെ ഇതാ തന്നെ പുത്രനിലൂടെ നൽകപ്പെട്ടു. ഇനി 5-ാം വാക്യം മുതൽ ഹെബ്രായ ലേഖകൻ പറയുന്നത് പുത്രനും മാലാഖമാരും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ്. അതായത് മനുഷ്യനായി അവതരിച്ച ഈശോ മാലാഖമാരേക്കാൾ ചെറുതാൻ തോന്നാം. ഒരു അല്പസമയത്തേക്ക് അവനെ മാലാഖമാരേക്കാൾ ചെറുതാക്കി. മാനുഷിക ദൃഷ്ടിയിലെങ്കിലും അവൻ 33 വർഷക്കാലത്തേക്ക് കാണപ്പെട്ടു. മനുഷ്യനാണല്ലോ, പൂർണ്ണ മനുഷ്യൻ കൂടിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവൻ ദൈവമായിരുന്ന അവൻ മനുഷ്യനായി, പൂർണ്ണമായി മനുഷ്യനായി. അപ്പോൾ ദൂതന്മാരെക്കാൾ താഴെയാണ് എന്നൊരു ചിന്ത ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ, ഈ ഹെബ്രായ ലേഖനം ആർക്ക് എഴുതപ്പെട്ടുവോ ആ സമൂഹത്തിൽ ഉണ്ടായി കാണണം. അതുകൊണ്ടാണ് ഈ ആരംഭത്തിൽ തന്നെ ഹെബ്രായ ലേഖകൻ പറയുന്നത് അങ്ങനെയല്ല, ഇവൻ ദൂതന്മാർക്കും മുകളിലാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള പഴയ നിയമ ഉദ്ധരണികളാണ് 5 മുതലുള്ള വാക്യങ്ങളിൽ ഹെബ്രായ ലേഖകൻ അവിടെ ആവർത്തിച്ച് പറയുന്നത്. അതായത് ഏതെങ്കിലും മാലാഖയെ ആരാധിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇതാ പുത്രനെ മാലാഖമാർ ആരാധിക്കാൻ പുത്രനെ ആരാധിക്കുന്നു, മാലാഖമാർ വന്ന് ആരാധിക്കുന്നു. ഏതെങ്കിലും ദൂതനോട് അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ദൂതനെ എൻ്റെ പുത്രനെന്ന് വിളിച്ചിട്ടുണ്ടോ? ദൈവം എൻ്റെ പുത്രനാകുന്നെന്ന് പറഞ്ഞത് ഈശോയെക്കുറിച്ച് മാത്രമേ ഉള്ളല്ലോ. അങ്ങനെ പറയാനുള്ള കാരണം ഈശോ, മനുഷ്യനായ ഈശോ ദൈവമൊന്നുമല്ല. മനുഷ്യനായതുകൊണ്ട് തന്നെ അവൻ മാലാഖമാരേക്കാൾ അല്പം താഴെയാണല്ലോ മനുഷ്യൻ. മാലാഖമാർക്കുള്ള 1-2 സവിശേഷതകളെങ്കിലും മനുഷ്യർക്കില്ല. മാലാഖമാർക്ക് സൂപ്പർ നാച്ചുറൽ നോളജ് ഉണ്ട്. അവർക്ക് എവിടെയും യാത്ര ചെയ്യാവുന്ന ആ സൗകര്യമുണ്ട്. എന്നതാണ് അതിന് പറയുന്നത്? അതായത് എങ്ങോട്ടും മൂവ് ചെയ്യുക. അവർക്ക് ശരീരമില്ലാത്തതുകൊണ്ട്, അശരീരി ആയതുകൊണ്ട് മൂവ്മെൻറ്റ് എളുപ്പമാണ്. ആ പ്രത്യേകതകൾ രണ്ടും മാലാഖമാർക്കുണ്ട്. അത് രണ്ടും സാത്താനും ഉണ്ട് കേട്ടോ. അവർ വീണെങ്കിലും താഴെ പോയെങ്കിലും ഫോളൻ ഏഞ്ചൽസ് ആണെങ്കിലും അവർക്കതുണ്ട്.
അതുകൊണ്ടാകണം ഈശോയെ കാണുമ്പോൾ ഈ പിശാച് ബാധിതർ വിളിച്ച് പറയുന്നത് നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുന്നത്. അവർക്ക് സൂപ്പർ നാച്ചുറൽ നോളജ് ഉണ്ട്. മാമോദിസ മുങ്ങിയ ആളിൻ്റെ മുദ്ര വിശ്വാസം വിട്ടു പോയാലും പോകാത്തതുപോലെ തന്നെ ഈ ദൂതന്മാരുടെ ആ ദൈവിക ജ്ഞാനവും ഈ പറയുന്ന ശേഷിയും ഒക്കെ അവർക്കുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. നീ ആർക്കെങ്കിലും ഖണ്ഡിക്കണമെങ്കിൽ ഖണ്ഡിക്കാൻ കേട്ടോ. കുര്യാക്കോസിനൊക്കെ എന്തോ കണ്ടുവച്ചിട്ടുണ്ട്. ഉണ്ട് അല്ലേ? മനുഷ്യൻ താഴെയാണ്. ഉണ്ട്. അതേസമയം തന്നെ ഹെബ്രായ ലേഖകൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ 1-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ പൂർണ്ണ മനുഷ്യനാണ്, അത്തരത്തിൽ അവൻ മാലാഖമാരെ താഴെയുമാണ്. പക്ഷേ അതേസമയം തന്നെ അവൻ ദൈവവുമാണ്. ഉണ്ട്. ശ്രദ്ധിച്ചിട്ടില്ല, അത് നോക്കിക്കോളാം. അപ്പോൾ ആ ഒരു പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും അരക്കിട്ട് ഉറപ്പിക്കുന്ന ഭാഗമാണ് ഈ അതിൻ്റെ ആമുഖമായിട്ടത് പറഞ്ഞു. ദൈവത്തിൻ്റെ സംസാരമാണ് രണ്ടിടത്തും എന്ന് പറഞ്ഞിട്ട് പറയുന്ന അതാണ് ആമുഖം. പിന്നെ ഹെബ്രായ ലേഖനം മുഴുവനും ഈശോയുടെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ സുവിശേഷത്തിലേക്ക് വരണം. സുവിശേഷം വളരെ പരിചിതമായ ഭാഗമാണ്. 20 വാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 20 വാക്യങ്ങൾ 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ 7 വാക്യം ഈശോയുടെ ജനനത്തിൻ്റെ പശ്ചാത്തലം വിവരിക്കുന്നു. 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇടയന്മാർക്ക് കിട്ടുന്ന വാർത്ത, മാലാഖമാരുടെ സ്തുതിഗീതം അതാണ്. പിന്നെ 15 മുതൽ 20 വരെ 3-ാം ഭാഗം. 3-ാം ഭാഗത്ത് കാണുന്നത് ദൂതൻ പറഞ്ഞത് കേട്ടനുസരിച്ച് ഇടയന്മാർ പോവുകയാണ്. നമുക്ക് ബെത്ലഹേം വരെ പോകാം, അറിയിച്ചത് കാണാമെന്ന് പറയുന്നു. ആ കൂടെ പോകുന്നു. അവർ ചെന്ന് കണ്ട് വിശ്വസിക്കുന്നു. അവിടെ ചെന്ന് ശിശുവിനെ അമ്മയോട് കൂടി കണ്ട് പറഞ്ഞതെല്ലാം നേരാണല്ലോ എന്ന് മനസ്സിലായി. പിന്നെ ഇത് കണ്ട് പുറത്തിറങ്ങി ആദ്യത്തെ മിഷണറിമാർ യഥാർത്ഥത്തിൽ ഈ ഇടയന്മാരാണ്. പിന്നെ അവരെ കാണുന്നുമില്ല. അവർ പോയി ഈ കണ്ടതും കേട്ടതും പറഞ്ഞു പോവുകയാണ്. ഇവരോട് ദൂതൻ പറഞ്ഞ കാര്യം പറഞ്ഞു, പിന്നെ ഇവർ കണ്ട കാര്യവും. അപ്പോൾ കണ്ടതും കേട്ടതുമുണ്ട്. അത് യഥാർത്ഥ അനുഭവം ഈ 2 കാര്യങ്ങളിലൂടെയാണല്ലോ, കാഴ്ചയിലും കേൾവിയിലൂടെയുമാണ്. പിന്നെ ഈ 3 ഭാഗങ്ങളെക്കുറിച്ച് പറയുന്നത് ലൂക്കാ തുടങ്ങുന്നത് ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. അഗസ്റ്റസ് സീസർ റോമിൽ ഭരിക്കുന്ന കാലത്ത്, അഗസ്റ്റസ് സീസർ ഭരിക്കുന്ന കാലത്ത്, ക്വിരിനിയോസ് സിറിയയിൽ ഭരിക്കുന്ന കാലത്ത്, പിന്നെ പലസ്തീന അപ്പോഴേക്ക് 3-4 ഭാഗമായിട്ട് തിരിഞ്ഞായിരുന്നു. അതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെ ഭരണാധികാരി ആരാണ്? യൂദയായിൽ അർക്കലാവൂസാണ്, ഗലീലയിൽ ഹെറോദാണ്, പിന്നെ അപ്പുറത്ത് ഫിലിപ്പ് ഭരിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ലിസാനൂസ് എന്ന് പറയുന്ന ഒരാൾ, ലിസിയാനൂസ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് വേറെ ചരിത്രത്തിലൊന്നും അറിയത്തില്ല. എന്നാലും 3 ഭാഗങ്ങളാണ് പലസ്തീനയുടെ വളരെ ഫേമസ് ആയിട്ടുള്ളത്. അത് യൂദയായും ഗലീലയും പിന്നെ ഫിലിപ്പിൻ്റെ കേസറിയ ഫിലിപ്പിയൊക്കെയുള്ള സ്ഥലമാണ് ഫിലിപ്പിൻ്റെ സ്ഥലം. അപ്പോൾ എന്തിനാണ് ഈ പറയുന്നത്, ഇക്കാര്യമെല്ലാം പറയുന്നത്? അതിൻ്റെ ഹിസ്റ്റോറിസിറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ലൂക്ക ആരംഭത്തിൽ പറയുന്നുണ്ട്, ഞാൻ എല്ലാം കൃത്യമായിട്ട് റിസർച്ച് നടത്തിയിട്ട് വർഷങ്ങൾ ലഭ്യമായ ഉറവിടങ്ങളെല്ലാം പഠിച്ച് ഗവേഷണം നടത്തി എല്ലാം കൃത്യമായിട്ടാണ് നിനക്ക് എഴുതുന്നതെന്ന് തെയോഫിലസിനോട് പറയുന്നുണ്ട്. ഓർഡർലി അക്കൗണ്ട് എഴുതുന്നതെന്നാണ് പറയുന്നത്. ആ ക്രമീകൃതമായ ചരിത്രപരത വ്യക്തമാക്കാൻ വേണ്ടി 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും 2-ാം അധ്യായത്തിൻ്റെ ഇവിടുത്തെ ആദ്യത്തെ വാക്യത്തിലും 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരസ്യത ആരംഭിക്കുമ്പോഴും അവിടെയും പറയും, അവിടെ അന്ന് ഇപ്പോൾ അഗസ്റ്റസ് ആണെങ്കിൽ അഗസ്റ്റസ് മാറി തിബേരിയസ് ആകും. തിബേരിയസിൻ്റെ 15-ാം വർഷം. അപ്പോൾ അഗസ്റ്റസ് AD 14 വരെ ഭരിച്ചുള്ളൂ. 15 മുതൽ ഭരിക്കുന്നത് തിബേരിയസ് സീസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 15-ാം വർഷം എന്ന് പറയുമ്പോൾ 30 ആയി. അങ്ങനെ ഈശോയ്ക്ക് 30 വയസ്സായെന്ന് നമുക്കറിയാം. അത് തന്നെ ലൂക്ക് 3:23 പറയുന്നുണ്ട്, പരസ്യത ആരംഭിക്കുമ്പോൾ ഈശോയ്ക്ക് ഏകദേശം 30 വയസ്സായിരുന്നു പറയുന്നുണ്ട്. അത് ചേർന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ആ ഹിസ്റ്റോറിക്കൽ ആക്യുറസി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പൊളിറ്റിക്കൽ മാത്രമല്ല പറയുന്നത്, അടുത്ത വാചകത്തിൽ ഈ റിലീജിയസും പറയുന്നുണ്ട്. പ്രധാന പുരോഹിതനായിരുന്ന കയ്യഫാസ്, ഈ കയ്യഫാസിന് മുൻപുണ്ടായിരുന്ന എമരിത്തൂസിൻ്റെ കാര്യവും പറയുന്നുണ്ട് അവിടെ. എമരിത്തൂസ് ഹൈപ്രീസ്റ്റും ഉണ്ടായിരുന്നു. അതാരായിരുന്നു? അന്നാസായിരുന്നു. അന്നാസും കയ്യഫാസിൻ്റെയും. കാരണം ഒരു ഹൈപ്രീസ്റ്റ് ഒരു വർഷമുള്ളൂ കേട്ടോ, വീണ്ടും എലക്ട് ചെയ്യണപ്പെടുന്നതാണ്. അപ്പം ആ ഭരിച്ചുകൊണ്ടിരുന്ന ഹൈപ്രീസ്റ്റ് പ്രധാന പുരോഹിതൻ കയ്യഫാസ് ആയിരുന്നു. പക്ഷേ എമരിത്തൂസ് കുറേ വർഷങ്ങളിലായിരുന്നതുകൊണ്ട് പുള്ളിക്കും ചെറിയൊക്കെ സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 പേരുടെയും പേര് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പരിചിതരായിരുന്നുകൊണ്ടാകണം അന്നാസിൻ്റെയും കയ്യഫാസിൻ്റെയും പേര് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ബെത്ലഹേമിലേക്ക് പേരെഴുതിക്കാൻ പോകുന്നത്? നസ്രത്തിലാണല്ലോ മംഗളവാർത്ത കിട്ടിയത്. അവിടുന്ന് ബെത്ലഹേമിൽ പോകാനുള്ള കാരണം അഗസ്റ്റസിൻ്റെ കൽപ്പനയാണ്.
അഗസ്റ്റസ് എന്ന പേരിൻ്റെ അർത്ഥം ലത്തീനിൽ പ്രകാശം അല്ലേ? അങ്ങനെ ഒരു ഇല്ലേ കുര്യാക്കോസച്ച? പ്രകാശവുമായിട്ടുള്ള ബന്ധമില്ലേ അതിന്? സമ്മതിക്കുകയാണ്. അപ്പോൾ അത് ലോകത്തിൻ്റെ പ്രകാശമായി ഈശോ ഉദിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന. അത് പോട്ടെ. പാക്സ് റൊമാന എന്ന് പറയുന്ന ഒരു കാര്യം അഗസ്റ്റസിൻ്റെ കാലത്തെ ഒരു പ്രയോഗമായിരുന്നു. അതായത് റോമൻ സാമ്രാജ്യം മുഴുവനും സമാധാനം ഉണ്ടായിരുന്ന കാലം അഗസ്റ്റസിൻ്റെ കാലം എന്നറിയപ്പെട്ടിരുന്നത്. അതിന് പറഞ്ഞിരുന്നത് തന്നെ പാക്സ് റൊമാന, റോമൻ പീസ്, പീരീഡ് ഓഫ് റോമൻ പീസ് അഗസ്റ്റസിൻ്റെ ഭരണകാലമായിരുന്നു. അപ്പോൾ ഈ അഗസ്റ്റസിൻ്റെ യൂണിവേഴ്സൽ സെൻസസ് എടുക്കുന്ന കാലത്ത് ഇതാ ഇവിടെ യൂണിവേഴ്സ് മുഴുവൻ്റെയും സമാധാനം നൽകുന്ന, യഥാർത്ഥ സമാധാനം നൽകുന്ന ചക്രവർത്തി രാജാവ് വരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ആ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് സഭാപിതാക്കന്മാർ പറയും, അപ്രയം ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ ആ ഒരു യൂണിവേഴ്സൽ സെൻസസ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ ജനിക്കുമ്പോൾ യൂണിവേഴ്സൽ സേവിയറാണ്. അതാണല്ലോ 2-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ ദൂതൻ ഇടയന്മാരോട് പറയുന്നത് അതാണ്. സകല ജനത്തിനു വേണ്ടിയുള്ള സദ്വാർത്ത അറിയിക്കുന്നു, ഇതാ നിങ്ങൾക്കായ ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ 3 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. 1 മുതൽ 7 വരെ, 8 മുതൽ 14 വരെ, 15 മുതൽ 20 വരെ. ഈ 3 ഭാഗത്തും ആവർത്തിച്ച് കാണുന്ന ഒരു പദമുണ്ട്. ക്ലാസ്സിൽ ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ സമയപരിമിതി കൊണ്ട് ചോദിക്കുന്നില്ല. അത് ചൈൽഡ് ലൈയിങ് ഇൻ ദ മേഞ്ചറാണ്. സതീഷിനോട് ഇരിപ്പുണ്ടായിരുന്നു, അത് ചോദിച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴും മെമ്മറി ഫ്രഷ് ആയിട്ടുള്ള ആളോട് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ 3 ഭാഗത്തും ആവർത്തിച്ച് കാണുന്ന പ്രയോഗം പുൽക്കൂട്ടിൽ ശയിക്കുന്ന ശിശുവാണ്. ഇത് പറയാൻ കാരണം ഇതാണ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. അത് ഈശോയുടെ മനുഷ്യാവതാരം മുഴുവനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ സോളമൻ തന്നെ വിസ്ഡത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സോളമൻ ദാവീദിൻ്റെ പുത്രനാണല്ലോ. അതാണ് ആദ്യത്തെ ദാവീദിൻ്റെ പുത്രൻ സോളമനാണ്. സോളമൻ പറയുന്നുണ്ട്, ഞാൻ ജനിച്ചപ്പോൾ എന്നെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് അവൻ സൂക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് അമ്മ. അപ്പോൾ ഇവിടെയും പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് കിടക്കുന്ന ശിശുവാണ്. അപ്പോൾ ഇവിടെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ആൾ ദാവീദിൻ്റെ പുത്രനാണെന്ന് കാണിക്കുന്നു. പിന്നെ പിതാക്കന്മാർ പറയും, ഇവിടെ ജനനത്തിൽ പൊതിയപ്പെട്ടയാൾ അവിടെയും പൊതിയപ്പെട്ടു, അവസാനവും മരണശേഷവും പൊതിയപ്പെട്ടു, പൊതിഞ്ഞാണല്ലോ അടക്കിയത്. അപ്പോൾ അങ്ങനെ ആ സാമ്യം കാണിക്കുന്നുണ്ട് എന്നൊക്കെ പിതാക്കന്മാരും പറയും. ഇവിടെ ഓർക്കേണ്ട സംഗതി, മാലാഖമാരുടെ അറിയിപ്പ് 10-ാം വാക്യത്തിലുള്ളത് 10-11 വാക്യങ്ങളിൽ. പുതിയ നിയമത്തിൽ ചരിത്രം വെച്ച് നോക്കിയാൽ ഏറ്റവും ആദ്യം സുവിശേഷം എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ലൂക്കാ 2:10 ക്രോണോളജിക്കലായിട്ട് നോക്കിയാൽ. കാരണം ഈശോയുടെ ജനനവേളയിൽ തന്നെ പറയുന്നത് സദ്വാർത്ത അറിയിക്കുന്നു, ഗോസ്പൽ അറിയിക്കുന്നതാണ്. ആ ഗോസ്പൽ 11-ാം വാക്യത്തിൽ ഡിഫൈൻ ചെയ്യുകയാണ്, നിങ്ങൾക്കായി ഇന്ന് ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആ ഇന്ന് എന്നുള്ളത് എന്നും വാസ്തവമാണ്. കാരണം ഇന്നെന്ന് പറയുമ്പോൾ 2023 ആണല്ലോ. 2023 വർഷം മുൻപ് അവൻ ജനിച്ചിരിക്കുന്നു. 10 വർഷം കഴിഞ്ഞ് പറയുമ്പോൾ 2033 കഴിയുമ്പോഴും 2033 വർഷം മുൻപ് അവൻ ജനിച്ചിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ചരിത്രത്തെ രണ്ടായിട്ട് തിരിക്കുന്നത് ഈശോയുടെ ജനനമാണ്. AD BC അങ്ങനെ വന്നതാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് കാലഗണന. മതവിശ്വാസ വ്യത്യാസമില്ലാതെ ഈ അടുത്ത കാലം വരെ എല്ലാവരും ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ചില സ്കോളേഴ്സ് ചില കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്, അത് വേണ്ട, CE BCE എന്ന് ഉപയോഗിച്ചാൽ മതിയെന്ന്. അതായത് കോമൺ ഇറ, ബിഫോർ കോമൺ ഇറ എന്ന് ഉപയോഗിച്ചാൽ മതിയെന്ന്. അതൊന്നും അറിയാതെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ അത് വളരെ തന്ത്രപൂർവ്വമുള്ളൊരു ഹിഡൻ അജണ്ടയാണ്. അതായത് ഈശോയെക്കുറിച്ചുള്ള സകല സൂചനകളും പരാമർശങ്ങളും ചരിത്രത്തിലും തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള ഹിഡൻ അജണ്ടയിൽ നടപ്പിലാക്കുന്നതാണ്. അത് മനസ്സിലാക്കാതെ നമ്മുടെ പണ്ഡിതന്മാരും ഇപ്പം എന്നതാണ് അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് പറയുന്നതും ശരിയല്ല. കാരണം ക്രിസ്ത്യൻ എന്നുള്ളതല്ല, ഇത് ആന്നോ ഡോമിനി എന്ന് പറയുമ്പോൾ അവൻ ജനിച്ചതുണ്ട്. നമുക്കറിയാം, നമ്മുടെ മാർപ്പാപ്പന്മാർ എഴുതുന്നത് മിശിഹ ജനിച്ചിട്ട് 2023 വർഷം റോമിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർ എഴുതുന്നത്. അപ്പോൾ മിശിഹ ജനിച്ചിട്ട് 2023 വർഷമായി എന്നാണ് നമ്മൾ 2020 പിറന്ന ശരിയോ, മിശിഹ പിറന്ന 2023. അപ്പോൾ അത്രയും അത് നമ്മൾ ഓർക്കണം. ഒരു ഏത് രാജ്യത്തും, അതായത് ക്രൈസ്തവ രാജ്യങ്ങളല്ലാത്ത, ഇപ്പോൾ ഇന്ത്യയിൽ ഉദാഹരണം ക്രൈസ്തവ രാജ്യമൊന്നുമല്ല, ഇവിടെയുള്ള ഈ എത്ര കോടി ജനമുണ്ടോ അത്രയും കോടി ജനങ്ങളുടെ ഒരു ചെക്ക് പാസ്സാകണമെങ്കിൽ 2023 തന്നെ എഴുതണം. മറ്റ് കാലഗണനകൾ പലതുമുണ്ട്. ഹിജ്റ വർഷമുണ്ട്, കൊല്ലവർഷമുണ്ട്, ശകവർഷമുണ്ട്. ഇതൊന്നും എഴുതിയാൽ പോരാ. ഇതൊന്നും എഴുതിയാൽ ചെക്ക് പാസ്സാകുകയില്ല. ഇനി ഈ അല്ലാത്ത മറ്റ് മതവിശ്വാസങ്ങളുള്ള ഭൂരിപക്ഷങ്ങളുള്ള രാജ്യങ്ങളിലും ഈ ഡേറ്റ് എഴുതിയാലേ നടക്കുകയുള്ളൂ. അപ്പോൾ അത്രയും രൂഢമൂലമായിരിക്കുന്ന ഒരു സംഗതി തുടച്ചു നീക്കാൻ നമ്മളായിട്ട് സമ്മതിക്കരുത് എന്നൊരു സംഗതി. അതിൻ്റെ കാരണം BC 5-ലോ 6-ലോ അത് നല്ലൊരു ചോദ്യമാണ്. ഈശോ ജനിച്ച അന്ന് മുതൽ ഇന്ന് മുതൽ AD 1 തുടങ്ങുമെന്ന് പറയുകയല്ലല്ലോ ചെയ്യുന്നത്. ഈ
കോൺസ്റ്റൻ്റൈൻ്റെ കാലം വരെ മതപീഡനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഭയ്ക്ക്. അതായത് 4-ാം നൂറ്റാണ്ട് വരെ സഭ പീഡിപ്പിക്കപ്പെട്ടേ ഉള്ളൂ. വളരെ ചെറിയ സമൂഹത്തിലാണ് സഭ വളർന്നു വന്നത്. അതിനുശേഷമാണ് റോമൻ സഭയുടെ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമാകുന്നത്. പിന്നെയും ഒരു 9-10 നൂറ്റാണ്ടിലാകണം ഈ AD BC ഡിവിഷൻ വരുന്നത്, കലണ്ടർ വരുന്നത്. അല്ല, അതിന് മുൻ അതായത് കാൽക്കുലേഷൻ ആരംഭിക്കുന്നത്, ഇങ്ങനെയുള്ള കലണ്ടറിൻ്റെ രൂപീകരണം നടക്കുന്നത് പിന്നീട് റോമിൻ്റെ സാമ്രാജ്യത്തിൻ്റെ മതമായി റോമൻ 4-ാം എഡിക്റ്റ് ഓഫ് മിലാനോടുകൂടി റോമൻ സാമ്രാജ്യത്തിൻ്റെ മതമായി ക്രിസ്ത്യാനിറ്റി. പക്ഷേ അന്ന് തുടങ്ങിയില്ല, അന്നും ഈ കാലഗണന ആരംഭിക്കുന്നില്ല. കാലഗണന ആർക്കെങ്കിലും അറിയാമോ എന്ന് തുടങ്ങിയെന്ന് കൃത്യമായിട്ട് ഞാനിപ്പോൾ കൃത്യം ഓർക്കുന്നില്ല, കാരണം അത് ഞാൻ നോക്കിയല്ല വന്ന്. ഏത് നൂറ്റാണ്ടിലാണ് ഈ AD BC ഡിവിഷൻ ആരംഭിക്കുന്നതെന്ന് ചിലപ്പോൾ കുര്യാക്കോസിന് ഇത് എല്ലാം അറിയാവുന്നതാണ്. ഇല്ല പറയല. നമുക്ക് അടുത്ത ദിവസം കണ്ടുപിടിക്കാതെ അതൊന്ന് നോക്കിയാൽ കിട്ടുമെന്നേ അല്ലേ, അതൊന്ന് കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതി, ടോണിച്ചും പറയും. അപ്പോൾ അതേതായാലും ഒരു ആദ്യത്തെ ഒരു 6-7 നൂറ്റാണ്ടിൽ നടന്നിട്ടില്ല. അപ്പോൾ ഒരു 6-7 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഈശോയുടെ ജനനത്തെക്കുറിച്ച്, അപ്പോൾ അന്നാണല്ലോ അത് തീരുമാനിക്കണം, ഈശോയുടെ ജനനം മുതലെന്നുള്ളത്. അപ്പോൾ അന്ന് ലഭ്യമായ അറിവ് വെച്ച് ആണ് ഈ ഇന്ന് നമ്മൾ AD 1 പറയുന്ന വർഷമാണ് ഈശോ ജനിച്ചതെന്ന് കണക്ക് കൂട്ടിയത്. പക്ഷെ അതിന് ശേഷം ഒരു രേഖ കണ്ടു കിട്ടി, ഹെറോദ് മരിക്കുന്നത് BC 4 എന്നുള്ളത്. ഹെറോദ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന ഈശോയുടെ ജനിച്ചപ്പോൾ ഹെറോദ് രാജാവിൻ്റെ കാലത്താണ് ഈശോ ജനിക്കുന്നത്. ആ രാജാവാണ് ശിശുക്കളെ വധിക്കാൻ കൽപ്പനയിട്ടതും. ആ രാജാവ് BC 4 മരിച്ചു എന്നുള്ളത് ആ രേഖ കണ്ടുകിട്ടുന്നത് ഈ AD BC ഡിവിഷൻ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഒരു പ്രശ്നമായി, പിന്നെ പുറകോട്ട് കണക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ ഹെറോദ് കൽപ്പന പുറപ്പെടുവിച്ചതും എന്തായിരുന്നു? ജ്ഞാനികളിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് 2 വയസ്സും അതിന് താഴെയുള്ളതുമാണ്. പൂർവ്വദേശത്ത് നിന്ന്, പൗരദേശത്ത് നിന്ന ജ്ഞാനികളാണ്. അപ്പോൾ അവർ വരുന്നത് വിമാനത്തിനല്ലാത്തത് കൊണ്ട് ഈ ജെറൂസലമിൽ അവരെത്താനെടുത്ത കാലം കൂടി കണക്ക് കൂട്ടിയാണ് ഇദ്ദേഹം 2 വർഷമെന്ന് പറഞ്ഞ് ചിലപ്പോൾ അപ്പോൾ അതുകൂടെ കൂട്ടി. അപ്പോൾ അതുകൊണ്ട് AD 4-ഓ 6-ഓ ആകാം, 4 മരിച്ചത് 4 മുതൽ 6 വരെയുള്ള കാലഘട്ടത്തിലാകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാൽക്കുലേഷൻ്റെ പ്രശ്നം അവിടെ ഉണ്ട്. ഇല്ല 6-ാം നൂറ്റാണ്ടിലാണ് അല്ലേ? അത് പുള്ളി തന്നെ പറയും. ടോണി ഉറക്കം പറ, എല്ലാവരും കേൾക്കും. Anno-Domini dating system was invented by the Christian monk Dionysius in the year 525. 6th centuryയിലാണ്. അപ്പം നമുക്കറിയാം, നമുക്ക് ഒരു 6 നൂറ്റാണ്ട് പോയിട്ട് 6 പതിറ്റാണ്ട് പുറകിലുള്ളൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റുമോ ഒരു കൃത്യം ഡേറ്റ്? അതിപ്പം നമ്മൾ അല്ല, അന്ന് തീർച്ചയായിട്ടും കാലഗണനകൾ പലതും ഉണ്ടാകുമല്ലോ അന്നും. പക്ഷേ AD BC കാൽക്കുലേഷൻ ആരംഭിക്കുന്നത് ഈ 525. അതെ. ഹല്ലേലൂയ.